എല്ലാ സാധകർക്കും മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിട്ട് ഒരു സത്സംഗം നടത്താൻ വേണ്ടിയിട്ട് തികച്ചും അപ്രതീക്ഷിതമാണ്. നമ്മുടെ മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ ബാലരാമപുരത്ത് ഇന്ന് നമുക്ക് ലഭിച്ച ഒരു അതിഥി അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ സരസ്വതി വാര്യർ അമ്മയുടെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടവർക്ക് അറിയാം. അദ്ദേഹത്തിന് ആ അമ്മയുടെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ ഒരു താങ്ങും തണലുമായി നടക്കുന്ന ഡോക്ടർ ദേവപ്രകാശ് ജിയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ സെൻറ്ററിലെത്തി. അപ്പം തികച്ചും എന്തുകൊണ്ടും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് നമ്മൾ സാധകർക്ക്. കാരണം അദ്ദേഹം ഡോക്ടറാണ്, അതിനോടൊപ്പം തന്നെ ഒരു സത്യാന്വേഷിയാണ്. ഒരു സാധകന് ബേസിക്കായിട്ട് വേണ്ട ഒരു സത്യാന്വേഷണമാണല്ലോ. അവൻ്റെ ഉണ്മയെ തിരിയുക, അല്ലെങ്കിൽ അവൻ്റെ ആ എന്താണ് അവൻ എന്ന്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവനാണല്ലോ സാധകൻ. അങ്ങനെ ആ തിരക്കുള്ള പ്രൊഫഷണൽ ഇടയിലും ആ ഒരു അന്വേഷണം തുടർന്നു പോകുന്ന ഒരു സാധകനാണ് ഡോക്ടർ ജി. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തിയേ പറ്റൂ. അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പം തികച്ചും അദ്ദേഹത്തിൽ നിന്ന് എന്താണോ നമുക്ക് അറിയാനുള്ളത് അതെല്ലാം നമുക്ക് ചോദിച്ചറിയാം, അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നിന്നും. എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ജി നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ജി, ഒരു സാധകൻ എന്നുള്ള നിലയിൽ ശരിക്കും ഒരു സാധകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ ആ ഒരു ഉണ്മയെ തിരിച്ചറിയാന്നുള്ളതാണല്ലോ. ഇപ്പം ജീവാത്മാക്കൾ, നമ്മളെല്ലാവരും ഇപ്പം ജീവാത്മാക്കളായിട്ട് നിലനിൽക്കുന്നവരാണ്. എന്നാൽ ആ പരമാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയുന്നവനാണ് ആ തിരിച്ചറിയാനുള്ള യാത്രയാണ് ഒരു സാധകന്റെ യാത്ര എന്ന് പറയുന്നത്. തിരിച്ചറിയുമ്പോൾ ആ പരമാത്മാ ജീവാത്മാ ഐക്യം സംഭവിക്കുന്നു, ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നു. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവാത്മാക്കൾക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ജീവാത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? അവരുടെ ഒരു അന്വേഷണം അത് തുടരേണ്ടതല്ലേ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ആ പരമ്പൊരുളിൽ നിന്ന് എന്നോ എങ്ങനെയോ എപ്പോഴോ തെന്നി മാറി അകന്നു മാറി വ്യത്യസ്ത ജീവരൂപങ്ങളായി ജീവാത്മാക്കളായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മനുഷ്യനായും പുഴുവായും സസ്യങ്ങളായും എല്ലാം 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 വ്യത്യസ്ത തരത്തിൽ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു ജിജ്ഞാസ വന്ന് ഇതിലേക്ക് തിരിച്ചു പോവേണ്ടതല്ലേ എന്നൊരു ചിന്ത വരുമ്പോൾ മാത്രമേ അന്വേഷണം തുടങ്ങുന്നുള്ളൂ. അല്ലാത്തോടത്തോളം കാലം അന്വേഷണം തുടങ്ങുന്നേ ഇല്ല. ഇങ്ങനെ തിരിച്ചു പോകേണ്ടതുണ്ടെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അപ്പൊ പിന്നെ ജീവാത്മാക്കൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം തിരിച്ചു പോകാനൊരു ജിജ്ഞാസയില്ല. ജിജ്ഞാസയുള്ള ജീവന് മാത്രമേ അതിലേക്ക് ശ്രദ്ധ തിരിയൂ. അങ്ങനെ ശ്രദ്ധ തിരിയുന്ന ജീവൻ ആ ശ്രദ്ധയുടെ ആഴത്തിലെത്തുമ്പോൾ ആ പരമ്പൊരുൾ തന്നെ ഒരു ഗുരുവിൻ്റെ രൂപം എടുത്ത് ആ ജീവനെ ഉദ്ധരിക്കാനുള്ള, ഉയർത്താനുള്ള ഒരു ഉപദേശം നൽകും. ആ ഉപദേശം നൽകിയാൽ ആ ഉപദേശത്തെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഉപദേശത്തെ ശ്രദ്ധിച്ച് ആ ഉപദേശത്തിലൂടെ ആ ചൂണ്ടുപലക യിലൂടെ തന്നെ യാത്ര ചെയ്തേ പറ്റൂ. കാരണം ആ ഗുരു എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലകയാണ്, നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടുപലകയുടെ മുമ്പിൽ നിന്നുകൂടാ, യാത്ര ചെയ്തേ പറ്റൂ. ആ പരമ്പൊരുൾ ഗുരുരൂപത്തിൽ ഉപദേശിച്ച ആ ഉപദേശങ്ങളിലൂടെ യാത്ര ചെയ്തേ പറ്റൂ. പക്ഷേ ദുർവിധി എന്ന് പറയട്ടെ, നാം ഒരു പക്ഷേ പല മഹാത്മാക്കളെ കണ്ടിട്ടുണ്ടാവും, പല ഉപദേശങ്ങളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ വഴിക്ക് പോകാൻ നാം തയ്യാറായിട്ടേ ഇല്ല. അഥവാ നാം അതിന് നേരെ വിപരീതമായൊരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യുക. ആ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഗുരുരൂപത്തെ സ്തുതിച്ചും വണങ്ങിയും പാട്ടുപാടിയും സ്തോത്രം ചൊല്ലിയും ആരാധിച്ചും കഴിഞ്ഞുകൂടും ജീവിതകാലം.
ഗുരു പറഞ്ഞ വഴിയിൽ യാത്ര ചെയ്യേയില്ല. ഗുരുവിന്റെ ദൗത്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ചൂണ്ടുപലകയാണ്. ആ വഴിയിൽ പോയിക്കോളൂ, നിങ്ങൾ അവിടെ എത്തും. പക്ഷെ നാം അവിടെ കുടുങ്ങി നിന്നുകൂടാ. എല്ലാ സാധകർക്കും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം അതാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും തിരുവണ്ണാമലയിൽ പോകും, രമണാശ്രമത്തിൽ പോകും, രമണ മഹർഷിയുടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും, ടോക്സ് എടുത്ത് വായിക്കും, എല്ലാം ആഴത്തിൽ പഠിക്കും. പക്ഷേ നാം ആത്മവിചാരം ചെയ്യില്ല. ഭഗവാൻ പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യില്ല. ഭഗവാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്, പക്ഷെ നാം അത് ചെയ്യാതെ ഭഗവാന്റെ ഫോട്ടോ വാങ്ങി പൂജയും ആരതിയും തുടങ്ങും. അവിടെയാണ് നമുക്ക് പാടുന്നത്. അത് പാടാതിരിക്കണമെങ്കിൽ ഗുരുകാരുണ്യം ഉള്ളിൽ നിന്ന് വരുന്ന വേണം, പുറമേ നിന്ന് വന്നാൽ പോരാ. ഉള്ളിൽ ആ കരുണ വന്നാൽ, അരുൾ വന്നാൽ മാത്രമേ ഇത് നടക്കൂ. അപ്പോഴേ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയൂ. അല്ലാത്തോടത്തോളം കാലം ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയേയില്ല. ഈ ശ്രദ്ധ തിരിയുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ വഴി. അല്ലാത്ത ജീവാത്മാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. അവർക്കും അത് വിഷയമേ അല്ല. അവർക്ക് ഇങ്ങനെ മുക്തി വേണമെന്നോ, അങ്ങനെ ഒന്നുണ്ടെന്നോ, അങ്ങനെ ഒരു വഴി ഉണ്ടെന്നോ, യാത്ര ചെയ്യേണ്ടതെന്നോ അവർക്ക് വിഷയമേ അല്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നമുക്ക് നമ്മെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമേ ഇല്ല. ഇപ്പൊ നാം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണോ, അതോ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിയാൽ മതി എന്നുള്ള ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ആത്മീയത. ഇപ്പൊ നാം എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ എത്ര മുന്നോട്ട് പോകാനുണ്ട്, നമ്മൾ ആദ്യം ഒന്ന് വിശകലനം ചെയ്യണം. അത് വേണമെങ്കിൽ അതിനനുസരിച്ച് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ജി ആയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങ് ഒരു വാക്ക്, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വാക്കാണ്, പാരസ്പര്യം എന്നുള്ള വാക്ക് അങ്ങ് എപ്പോഴും ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ആ വാക്കിനെ ഒരു സാധകൻ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയാം? ഒരു ഉദാഹരണം പറയാം. നമ്മൾ യാദൃശ്യമായി ഒരാളെ പരിചയപ്പെട്ടു, സംസാരിച്ചു, 1 മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രിയം വരാൻ തുടങ്ങി, ബഹുമാനം വരാൻ തുടങ്ങി. അദ്ദേഹം നമ്മളെക്കാൾ ഉയർന്ന ആളായിരിക്കാം, അത് വിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തെ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യാൻ പ്രിയം തോന്നും. സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. ബഹുമാനം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നാം അദ്ദേഹത്തെ ഇവിടെ സംസാരിക്കും. പിന്നെയും പിരിഞ്ഞു പോകും. പിന്നീടും അദ്ദേഹത്തോട് കാണാനും അദ്ദേഹത്തോട് ഇടപഴകാനും ആഴത്തിലൊരു ഇച്ഛ വരും. വീണ്ടും വീണ്ടും നാം കണ്ടുമുട്ടാനുള്ള സകല ശ്രമവും നടത്തും. അങ്ങനെ കണ്ടുമുട്ടും. അപ്പോൾ ആ കണ്ടുമുട്ടലിൽ ബഹുമാനം മുന്നിൽ നിൽക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ആഴത്തിലൊരു സ്നേഹം അദ്ദേഹത്തിലേക്ക് വഴിഞ്ഞൊഴുകാൻ തുടങ്ങും. ആദ്യം നമുക്ക് ബഹുമാനമായിരുന്നു തോന്നിയിരുന്നത്. ആ ബഹുമാനത്തിന് പുറമെ നമ്മുടെ ഉള്ളിൽ ആഴത്തിലൊരു സ്നേഹവും അദ്ദേഹത്തിലേക്ക് വഴിഞ്ഞൊഴുകും. ഞാനും അദ്ദേഹം ഒന്നായിരിക്കണം എന്നൊരു ആഴത്തിലൊരു പ്രിയം, ഒരു സ്നേഹം വഴിഞ്ഞൊഴുകാൻ തുടങ്ങും. അപ്പം നാം വീണ്ടും 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 അടുക്കും. പിന്നെ സ്നേഹം മാത്രവും. ആ സ്നേഹത്തിൽ ഒന്നാവൽ മാത്രമാണ്, സ്നേഹത്തിൽ രണ്ടാവലില്ല. ഒരു കാമുകൻ കാമുകിയെ പ്രണയിക്കുന്നത് ഒന്നാവാനാണ്. അവിടെ ഡ്യുവാലിറ്റി ഇല്ല, ദ്വന്ദ്വമില്ല. അല്ലെങ്കിൽ ഒരു കാമുകനെ പ്രേമിക്കുന്നത് ഡ്യുവാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഒന്നാവാനാണ്.
ഒരു അമ്മ കുഞ്ഞിനെ മാറോടണയ്ക്കത് ഒന്നാണ്. ഈ അമ്മയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് കുഞ്ഞ്. ആ ഒന്നാവലാണ്. ആ ഒന്നാവലാണ് പാരസ്പര്യം. ആ ഒന്നാവലിൽ ഒരു ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരു നാം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിലും ഇതേ ഒരു പാരസ്പര്യം വരും. ആദ്യം ബഹുമാനം വന്നു നിറയും, ബഹുമാനത്തിനുപരി ആഴത്തിലൊരു സ്നേഹം വന്നു നിറയും. ആ സ്നേഹം നമ്മെ നിറഞ്ഞു കവിയും. ആ സ്നേഹം നമ്മുടെ ഗുരുവിനെ പൊതിയും. ആ ഗുരുവെ തിരിച്ചറിയും. അങ്ങനെ ഞാനും ഗുരുവും ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ വരും. ഒന്നായി നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഞാനില്ലാതെയാവും. ഞാൻ എൻ്റെ അഹങ്കാരത്തെയും എൻ്റെ സോ കോൾഡ് പേഴ്സണാലിറ്റിയും നാം അറിയാതെ എടുത്ത് വലിച്ചറിയും. പിന്നെ നമുക്ക് ബുദ്ധിയില്ല, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല, മനസ്സ് എന്നതുപോലും നമുക്ക് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. കാരണം ഈ സ്നേഹം മാത്രമാണ്. ഞാനും എൻ്റെ ഗുരുവും ഒന്നാണ്. രണ്ടെന്നൊരു ഡുവാലിറ്റി അവിടെ ഇല്ല. ഡുവാലിറ്റി ഉണ്ടെങ്കിലേ മനസ്സ് പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഡുവാലിറ്റി ഇല്ല അവിടെ. അപ്പോൾ ഒന്നായി നിൽക്കും ആ സ്നേഹത്തിൽ, ആഴത്തിൽ. അതുകൊണ്ടാണ് ഗോഡ് ഇസ് ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാവുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഗുരുവും ഒന്നായി ആഴത്തിൽ ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് ആ പാരസ്പര്യം. ആ പാരസ്പര്യത്തിന് നാം ഒരുപാട് പണിയിരിക്കണം. യഥാർത്ഥത്തിൽ അടങ്ങി ഒതുങ്ങി വഴങ്ങി നിന്നു കൊടുക്കുക തന്നെ വേണം. വിധേയനായി നിന്നു കൊടുത്താൽ പോരാ. നാം ഇന്ന് ഗുരുവിന്റെ മുമ്പിൽ വിധേയനായി നിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉടമയുടെ മുമ്പിൽ അടിമ വിധേയനായി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ രാജാവിന്റെ മുമ്പിൽ ഭടൻ വിധേയനായി നിൽക്കുന്ന പോലെ. പക്ഷെ ഗുരുവിന്റെ മുമ്പിൽ ആ വിധേയനായി നിൽക്കുന്നതിൽ യാതൊരു പ്രയോജനവും ഇല്ല. അത് മഹാമണ്ഡത്തരാണ്. ആ വിധേയത്വത്തിന് പകരം, വിധേയത്വം ആവാം, വിധേയത്വത്തിന് പകരം ആഴത്തിലൊരു വിനയം വന്ന് അറിയാണ്ട ഗുരുവിനോട്. ഗുരുവിന്റെ പാദാന്തികത്തിൽ ഒരു വിനയം വന്ന് അറിയാണ്ട്, പാദാന്തികത്തിൽ വിനയം വന്ന് അറിയാണ്ട്, സ്നേഹം വരാണ്ട്, അപ്പം മാത്രമേ ഇത് സംഭവിക്കൂ. അല്ലാത്തോടത്തോളം കാലം ഇത് സംഭവിക്കില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വെളിയിലല്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ചില നിമിഷങ്ങൾ വരും. ആ ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ പിന്നെ നമുക്ക് ഗുരുവിൻ്റെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാമത്തെക്കുറിച്ചോ ഉള്ള പ്രസക്തി അത്രയും നഷ്ടപ്പെടും. പിന്നെ ശ്രദ്ധ അത്രയും നമ്മിൽ മാത്രമായിരിക്കും. ചുരുങ്ങിയത് അവിടെയെങ്കിലും എത്തണം. അപ്പോഴേക്കും നമ്മുടെ ചിത്തവൃത്തി എല്ലാം കഴിഞ്ഞുണ്ടാവും. ചിന്തിക്കൽ പോലും ഒരു പ്രയാസമായി മാറും. പ്രപഞ്ചമായിട്ട് നമുക്കൊരു ബന്ധമില്ലാതിരിക്കും. നാം നമ്മിൽ ഏകനായി ഏകാന്തനായി നാം ഇരിക്കും. പ്രപഞ്ച സ്പർശമില്ലാതിരിക്കും. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഒരുപാട് സമാധി സ്ഥലങ്ങൾ, ഗുരുക്കന്മാർ, ഇവരെല്ലാം കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സാധകർക്കെല്ലാം ഒരു പ്രചോദനമാവുന്ന, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ സാധകന്റെ ഉള്ളിലെ ആ ചോദ്യം വരാൻ കാരണക്കാരനാകുന്ന മഹർഷിയാണ് രമണ മഹർഷി. അപ്പം അവിടെ അങ്ങ് സ്ഥിരം പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രമണ മഹർഷിയുടെ ആ സമാധി സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ സാധകർക്കെല്ലാം ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത്. ഒരു സാധകൻ ആ ഒരു സമാധി സ്ഥലം, ആ രമണ മഹർഷിയുടെ ആ ഒരു തിരുവണ്ണാമല എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോകുമ്പോൾ ഒരു സാധകന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? അങ്ങയുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഉണ്ടാവും. ആഗ്രഹപൂർത്തിക്ക് വേണ്ടി തിരുവണ്ണാമലയിൽ പോകരുത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. ആഗ്രഹപൂർത്തി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഉള്ളതാണ് ക്ഷേത്രങ്ങളും ദേവതാസങ്കല്പങ്ങളും. നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കാനുണ്ടോ അതൊക്കെ സഫലീകരിച്ചിട്ടേ മഹാസമാധികളിലും ഇത്തരം പുണ്യതീർത്ഥങ്ങളിലും പോകാവൂ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. ഇല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കില്ല, നാം എവിടെയും എത്താത്തൊരവസ്ഥ വരും. ഇത് ബാക്കിയാവും. അപ്പോൾ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് മഹാക്ഷേത്രങ്ങൾ അത്രയും, ദേവതാസങ്കല്പങ്ങളും. ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ ക്ഷേത്രങ്ങളിൽ പോവുക, ആഗ്രഹ സഫലീകരണം നടത്തുക.
അതെല്ലാം പൂർത്തീകരിച്ചിട്ടേ മഹാസമാധികളിൽ പോകാവൂ. എന്നിട്ട് യഥാർത്ഥത്തിൽ പ്രയോജനം ഉണ്ടാവും. അരുണാചലം ഒരു തീർത്ഥസ്ഥലമാണ്. ഈ മഹാസമാധികളിൽ മനസ്സിനും ബുദ്ധിക്കും പ്രസക്തിയില്ല. കാരണം ഈ മഹാത്മാക്കൾ അത്രയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അതീതമായ അവസ്ഥയിലുള്ള ആളുകളാണ്. അവിടെ മനസ്സിനും ബുദ്ധിക്കും പ്രസക്തിയില്ല. അപ്പം നമ്മുടെ ഉണ്ടെന്ന് തോന്നുന്ന മനസ്സും ബുദ്ധി കൊണ്ട് അവിടെ പോയി നാം എന്ത് ചെയ്യും? നാം മഹാക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ മഹാസമാധികളിലും പോയി പ്രാർത്ഥിക്കും. അതൊരു ശീലമാവും നമുക്ക്. മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ മഹാസമാധികളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആഗ്രഹ പൂർത്തീകരണത്തിന് പ്രാർത്ഥിക്കുന്നതും ഒരു ശീലമാവും. അപ്പോൾ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ലാത്ത അവസ്ഥയാവും. നമ്മളെ ഉള്ളിൽ അതിന് വേണ്ടത്ര ഫലമില്ലാത്തൊരവസ്ഥ വരും. യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ എന്നല്ലേ ഉപനിഷത്ത് വാക്യം. മനസ്സിനും ബുദ്ധിക്കും അവിടെ യാതൊരു പ്രസക്തിയുമില്ല, അവിടേക്ക് പ്രവേശനവുമില്ല. പ്രവേശനമില്ലെങ്കിൽ പിന്നെ നാം അതിനെക്കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യും? മൗനത്തെ ഭാഷ കൊണ്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുമോ? മൗനത്തെ ആണെങ്കിൽ മൗനമായിരിക്കല്ലാതെ വേറെ വഴിയില്ല. അവിടെ ഭാഷയ്ക്ക് പ്രസക്തിയില്ല. ഭാഷ എത്രയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രതിഭാസം മാത്രമാണ്. അത് അറ്റ സ്ഥലമാണ് മുക്തിസ്ഥലങ്ങൾ, മഹാസമാധികൾ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നാം രമണാശ്രമത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെരുപ്പുകൾ നമ്മൾ പുറത്ത് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പുണ്യസങ്കേതങ്ങളിലേക്ക് കയറുന്നത്. ചെരുപ്പിന് ഒരിക്കലും അവിടെ പ്രവേശിക്കാനേ കഴിയില്ല, പുറത്തേ ഇരിക്കാൻ കഴിയും, ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഈ രണ്ട് ചെരുപ്പുകൾ സാങ്ക്ടം സാങ്ക്ടോറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാസമാധിയെക്കുറിച്ചോ ചർച്ച ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണിപ്പോൾ നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാസമാധികളെക്കുറിച്ചും നമുക്ക് അറിയാത്ത മഹാത്മാക്കളെക്കുറിച്ചും അവരനുഭവിച്ച അവാച്യമായ അനുഭൂതിയെക്കുറിച്ചും നാം ചർച്ച ചെയ്യുക. ഇത് പലപ്പോഴും വിഡ്ഢിത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ചെരുപ്പുകൾ ഈ സാങ്ക്ടം സാങ്ക്ടോറത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ എങ്ങനെയിരിക്കും? പ്രവേശനമേയിലെ ഒരിക്കലും സാധ്യമല്ല. അതേപോലെ ആയിരിക്കും അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ മഹാസ്ഥാനങ്ങളിൽ മനസ്സിനും ബുദ്ധിക്കും പ്രസക്തിയില്ല. ചിത്തമടങ്ങി നിന്ന് കൊടുക്കുക. എത്ര മണിക്കൂർ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സും ബുദ്ധിയും ചലിക്കാതെ നിന്ന് കൊടുക്കാൻ കഴിയും, അവിടെ നിന്ന് കൊടുക്കുക. കാരണം ശരീരത്തിലെ ഓരോ കോശങ്ങളും പൂർണ്ണമാണ്. ഓരോ കോശങ്ങൾക്കും ഈ മഹാസമാധിയുമായി സംവദിക്കാനോ അല്ലെങ്കിൽ ഈ മഹാസമാധികൾക്ക് ഈ കോശങ്ങളുമായി സംവദിക്കാനോ എന്തെങ്കിലും ഉണ്ടാവും. അത് പൂർണ്ണമാവാനും വേണ്ടി അവിടെ നിന്ന് കൊടുക്കുക മാത്രമാണ് വേണ്ടത്. അല്ലാതെ അവിടെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്ന പ്രക്രിയ പോലും വേണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് പറയാനുള്ളത്. നിന്ന് കൊടുക്കണം, ഇളകാതെ ചലിക്കാതെ നിന്ന് കൊടുക്കണം. ശരീരത്തിന് പോലും ചലനമില്ലാതെ നിന്ന് കൊടുക്കണം. സൂചി ഇളകാതിരിക്കുമ്പോഴല്ലേ നൂല് ഓർക്കാൻ കഴിയൂ? ഇളക്കിയാൽ നൂല് ഓർക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ ഒരു കത്തുന്ന വിളക്കിൽ നിന്നേ വേറൊരു വിളക്ക് കത്തിക്കാൻ കഴിയൂ. അത് കത്തിക്കണമെങ്കിൽ ഈ എണ്ണ പുരട്ടിയ തിരി കത്തുന്ന വിളക്കിൽ ഇളകാതെ കുറേ നേരം വെച്ചാൽ മാത്രമേ അത് കത്തിക്കിട്ടൂ. ആ ഇളകാതെ നിൽക്കൽ പരമപ്രധാനമാണ്. അപ്പോൾ രണ്ടും ഒന്നായി നിൽക്കും, ഒരേ പ്രകാശമായി മാറും. ആ ഇളകാതെ നിൽക്കൽ പരമപ്രധാനമാണ്. പ്രത്യേകിച്ച് മഹാസമാധികളിൽ മഹാത്മാക്കളുടെ തൃപ്പാദങ്ങളിൽ ഇളകാതെ നിന്നു കൊടുക്കണം. ഒരാഗ്രഹവുമില്ലാതെ എല്ലാം അറ്റ് മനസ്സും ബുദ്ധിയും ഒരു നിർജീവമായി ശരീരത്തെ അങ്ങ് നിർത്തി കൊടുക്കണം. ശരീരത്തെ അങ്ങ് എക്സ്ചേഞ്ച് ഓഫർ പോലെ നിർത്തി കൊടുക്കണം. എങ്കിലേ ഇത് ഫലിക്കൂ എന്നാണ് എനിക്ക് പലപ്പോഴും എൻ്റെ അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്.
ജി, നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ ശരിക്കും ഈശ്വര വിശ്വാസിയാവുകയാണോ വേണ്ടത്, അതോ ഈശ്വരനിൽ വിശ്വാസമാണോ വേണ്ടത്? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? നാം എല്ലാവരും ഈശ്വര വിശ്വാസികളായിരിക്കുന്നത് കാരണം വേറൊരാലംബമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. നമ്മെ സഹായിക്കാൻ വേറൊരു വസ്തു നമ്മുടെ മുമ്പിൽ വന്ന് എത്തിയാൽ നമ്മുടെ ഈശ്വര വിശ്വാസത്തിന് പ്രസക്തി ഇല്ലാതെയാവും. നമുക്ക് തൽക്കാലമുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടി മാത്രം നാം സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ ഈശ്വര വിശ്വാസം. തൽക്കാലം നാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ പോലും നാം മാത്രം ഉണ്ടാക്കിയെടുത്താണ് ഈശ്വര വിശ്വാസം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ആ യഥാർത്ഥമായ പരമ്പൊരുളിൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന, ഒരു അണുവിട പോലും ഗ്യാപ്പില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്ദ്രാനന്ദാവബോധമായ ആ പരമ്പൊരുളിൽ, അതിനെ നമുക്ക് ഈശ്വരൻ എന്ന് വെറുതെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് മാത്രം. ആ ഈശ്വരനിൽ യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? ആ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം രക്ഷപ്പെട്ടു. അതാണ് വേണ്ടത്. അല്ലാതെ നാം സ്വയം ഉണ്ടാക്കിയെടുത്ത ഈശ്വരനെ വിശ്വസിക്കുന്നതിന് പകരം ഈശ്വരനിൽ വിശ്വസിക്കണം. ആ പരമ്പൊരുളിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. വിശ്വാസം പോലും പോരാ, ഉറപ്പുണ്ടാവുകയാണ് വേണ്ടത്. ട്രസ്റ്റാണ് വേണ്ടത്, ബിലീഫ് അല്ല വേണ്ടത്. ആ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നാം ഒരിക്കലും പതറില്ല. നാം എന്തു വന്നാലും നാം പതറില്ല. അത് നമുക്ക് ഉള്ളിൽ ഉറപ്പുണ്ടാവണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസം. ഈശ്വര വിശ്വാസമല്ല, ഈശ്വരനിൽ ഉള്ള വിശ്വാസം. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ തലത്തിൽ ആദ്യമായിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ നാം പതറിപ്പോകുന്നു. പല നിർണായക നിമിഷത്തിലും നമ്മുടെ ഉള്ളിൽ പരീക്ഷണം പോലെ തോന്നുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നാം പതറും. ആ പതറാൻ കാരണം നമ്മുടെ ഈശ്വര വിശ്വാസമാണ്. ഈശ്വരനിൽ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഈശ്വര വിശ്വാസികൾ അമ്പലത്തിൽ പോവെങ്കിലും എല്ലാത്തിനും അവസാനം കുറ്റം പറച്ചിൽ പോലെ ആയിരിക്കും. ഈശ്വരൻ, ഞാൻ ഇത്രയും വിളിച്ചിട്ട് ഈശ്വരൻ എനിക്കൊന്നും നൽകിയില്ല, കിട്ടിയില്ല, ദുഃഖങ്ങൾ മാത്രം നൽകി എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പം അതിന് ഒരു മെയിൻ കാരണം ഇത് തന്നെയായിരിക്കും, അല്ലേ? തീർച്ചയായും. അത് നാം ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കല്പം മാത്രമാണ് ഈശ്വര വിശ്വാസം. യഥാർത്ഥത്തിലുള്ള ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ യഥാർത്ഥത്തിലുള്ള ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ മഹാകൃപ ഒരു ഗുരുരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചല്ലാതെ സാധ്യമല്ല. അത് പ്രകാശിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഈശ്വരനിൽ വിശ്വാസമുണ്ടാവൂ. ആ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ നാം രക്ഷപ്പെട്ടു. ഒരു സാധകന് ഏറ്റവും തിരിച്ചറിയേണ്ട ഒരു 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 സംശയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഈ ആത്മാനുഭൂതി ആണല്ലോ ഒരു സാധകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആത്മാനുഭൂതിയും അത് ഒരു സാധകന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന, ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു അവസ്ഥയാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭൗതികന്റെ അവസ്ഥ എന്ന് പറയുന്നത് വേറൊരു തലമാണ്, ഒരു എക്സ്ട്രീം വേറൊരു തലമാണ്. അത് ഒന്ന് പരമോന്നതമായിട്ടുള്ളതാണെങ്കിൽ മറ്റേത് വേറൊരു ലെവല്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു
നമ്മൾക്കൊരു സ്കെയിൽ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അത് മനസ്സാണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നത്. മനസ്സിനപ്പുറം പോയാൽ ആ ഒരു ആത്മാനുഭൂതി എന്ന് പറയാം, ഇപ്പുറം നിന്നാൽ ഒരു ഭൗതികൻ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടെന്ന്? ഈ ചോദ്യത്തിന് ഉത്തരം എത്രത്തോളം വ്യക്തമായി പറയാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും പറഞ്ഞു നോക്കാം. സമഷ്ടിയുടെ ഒരു മനസ്സുമുണ്ട്, വ്യഷ്ടിയുടെ ഒരു മനസ്സുമുണ്ട്. അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു മനസ്സുമുണ്ട്, പ്രപഞ്ച മനസ്സുമുണ്ട്. വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ വ്യഷ്ടിയുടെ മനസ്സ് എപ്പോഴും സങ്കല്പ വികല്പാത്മകമാണ്. ചിത്തവൃത്തി ഇങ്ങനെ നിറഞ്ഞൊഴുകുക, ഓരോന്നിനും അറ്റൻഡ് ചെയ്യുക, എല്ലാ സമയത്തും സങ്കീർണമായി നിൽക്കുകയാണ്. എന്നാൽ പ്രപഞ്ച മനസ്സിൽ ഒരു വൃത്തിയുമില്ലാതെ വളരെ ട്രാൻസ്പാരന്റ് ആയി നിൽക്കുകയാണ്. ഈ സങ്കല്പ വികല്പാത്മകമായ മനസ്സ് സാധനയുടെ ആഴം കൊണ്ട് ചിത്തവൃത്തി ഒടുങ്ങി ഇനി ഒരിക്കലും വൃത്തി വരാത്തൊരവസ്ഥയിലെത്തി ഒരു നിർവിചാരാവസ്ഥയിൽ എത്തുന്ന സമയത്ത് പ്രപഞ്ചത്തിനോടുള്ള പ്രിയം നഷ്ടപ്പെട്ടു പോകും. ഈ മനസ്സ് വെളിയിലേക്ക് പോയാൽ പ്രപഞ്ചം, ഉള്ളിലേക്ക് പോയാൽ ആത്മാനുഭൂതി. അത് പൂർണ്ണമായും പ്രപഞ്ചത്തിനോടുള്ള പ്രിയം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയി ട്രാൻസ്പാരന്റ് ആയി നിൽക്കും. ആ ട്രാൻസ്പാരന്റ് ആയി നിൽക്കുന്ന നേരത്ത് ആ ആത്മാവിൻ്റെ പ്രകാശം ഈ ട്രാൻസ്പാരന്റ് ആയ മനസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ, ശരീരത്തിലൂടെ വെളിയിൽ വരും. അപ്പോഴേ അത് പൂർണ്ണമാവും. അവിടെയാണ് മനസ്സിൻ്റെ ഒരു പ്രസക്തി കിടക്കുന്നതും അവിടെയാണ്. അത് വ്യഷ്ടിയുടെ ഒരു മനസ്സല്ല, സമഷ്ടിയുടെ മനസ്സാണ്. ഈ വ്യഷ്ടിയുടെ മനസ്സ് സമഷ്ടി മനസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും റിയലൈസറാണ്, എല്ലാവരും ആത്മാവുണ്ട്, നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല, ആത്മാനുഭൂതി ഉണ്ടാവുന്നില്ല. അനുഭൂതി ഉണ്ടാവണമെങ്കിൽ മനസ്സ് വേണം. മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുമ്പോൾ മാത്രമേ അനുഭൂതിയുടെ ആനന്ദം ഉണ്ടാവൂ, അനുഭൂതി നാം ആസ്വദിക്കൂ. ഇല്ലെങ്കിൽ എല്ലാവരിലും ആത്മാവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നു, ഞാനും ആത്മാവെന്ന് പറഞ്ഞു നടക്കുന്നു, അല്ലാതെ നമുക്കത് ഫലപ്രദമായി കാണുന്നില്ല. അതിന് ആത്മാനുഭൂതി വേണമെങ്കിൽ ഈ മനസ്സ് പൂർണ്ണമായും ട്രാൻസ്പാരൻ്റായി അതിലൂടെ ഇതിന് പ്രകാശം നിറഞ്ഞൊഴുകണം. ശരീരത്തിൽ മുഴുവൻ ഓരോ കോശങ്ങളിലൂടെയും നിറഞ്ഞൊഴുകി പ്രപഞ്ചത്തിലേക്ക് ഒഴുകണം. ദിവ്യസൂര്യ സഹസ്രസ്യ എന്ന് പറയുന്ന പോലെ. അതാണ് അതിൻ്റെ പ്രസക്തി. അതാണ് അങ്ങനെ മനസ്സ് ട്രാൻസ്പാരൻ്റായ ചിത്തവൃത്തിയറ്റ ഒരു മഹാത്മാവിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, സരസ്വതി വാരസ്യാർ. അവർ ഇതേപോലെ മനസ്സ് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു മഹാത്മാവാണ് അവർ. പലപ്പോഴായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവണ്ണാമല കേന്ദ്രമാക്കി പോകാറുണ്ട്. അവിടെ പോയി ആ ഒരു ശാന്തതയാണ് മനസ്സിന് എല്ലാ സാധകർക്കും അനുഭവിക്കുന്നത് അവിടെ പോകുമ്പോൾ. കാരണം രമണ മഹർഷി ആ മൗനത്തിന് പ്രാധാന്യം ഒരുപാട് നൽകിയിട്ടുണ്ട്. അദ്ദേഹം എത്രയോ വർഷങ്ങൾ മൗനമായിട്ടിരുന്നതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വൈബ്രേഷൻ അവിടെ എപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പം ഒരു ധ്യാന സാധകൻ, ഒരു ധ്യാനം പരിശീലിക്കുന്ന ഒരു സാധകൻ ആ മൗനത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകണം?
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ധ്യാന സാധകൻ എന്നുള്ള ധ്യാന സാധകന് മൗനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറയാം. ധ്യാന സാധകൻ ആദ്യം പഠിക്കേണ്ടത് ചിത്തത്തെ ചലിപ്പിക്കാതിരിക്കാനാണ്. നാമം ജപിക്കൽ പോലും ചിത്തത്തെ ചലിപ്പിക്കലാണ്. ഒരു രൂപത്തെ ധ്യാനിക്കൽ ചിത്തത്തെ ചലിപ്പിക്കലാണ്. ആ ചിത്തത്തെ ചലിപ്പിക്കാതിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. രമണ മഹർഷി പറയുന്ന ചുമ്മാതിരിക്കൽ, ഒന്നും ചെയ്യാതിരിക്കൽ. ഒന്നും ചെയ്യാതിരിക്കൽ അലസതയല്ല, ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഒന്നും ചെയ്യാതിരിക്കലാണ്. അങ്ങനെ നാം ഒരു മണിക്കൂറെങ്കിലും ഒന്നും ചെയ്യാതെ ഇരുന്നാൽ പതുക്കെ പതുക്കെ ഒരു 40-45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ചിത്തവൃത്തി പതുക്കെ ഇങ്ങനെ അടങ്ങും. അപ്പോഴേ അടങ്ങും, അതുവരെ ഇത് ചലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിൽ കയറി ഇടപെടാഞ്ഞാൽ മതി. കയറി ഇടപെടാതെ അനങ്ങാതെ ഇരുന്ന് കൊടുക്കണം. മണിക്കൂറോളം ഇരുന്ന് കൊടുത്താൽ മനസ്സും ബുദ്ധിക്കും നാം ശ്രദ്ധ കൊണ്ടുവരുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പതുക്കെ മൗനം നമ്മുടെ ഉള്ളിൽ വന്നു നിറയും. മനസ്സാണ് ചിത്തവൃത്തി കൊണ്ടും വിക്ഷേപങ്ങൾ കൊണ്ടും ശബ്ദമുണ്ടാക്കിയും മൗനത്തെ ഭഞ്ജിക്കുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കലും മൗനത്തെ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം. മനസ്സിന് അതീതമായ ഒരവസ്ഥയാണ് മൗനം. അതുകൊണ്ട് മിണ്ടാതെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരുന്നാൽ മതി. ജാഗ്രതയോടെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയും. അത് പ്രത്യേകിച്ച് പരിശീലിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും കഴിയുന്ന ഒരു പ്രക്രിയയാണത്. നമ്മുടെ മുറ്റത്തൊരു പാമ്പ് വന്നു വിചാരിക്കുക. നമ്മൾ ഉമ്മർത്ത് കസേരയിലിരിക്കുകയാണ്. ഒരു പാമ്പ് ചെടിച്ചട്ടിയുടെ ഇടയിൽ കൂടി ഇഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നാം ഫോൺ താഴെ വയ്ക്കും, പേപ്പർ താഴെ വയ്ക്കും, ശ്രദ്ധയോടെ ജാഗ്രതയോടെ ആ പാമ്പിനെ നോക്കും. പാമ്പ് എത്ര നേരം ആ ചെടിച്ചട്ടിയോടെ ഇരിക്കുന്നുണ്ടോ അത്രയും നേരം നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കും. അത് അരിച്ച് വേറെ സ്ഥലത്തേക്ക്, നമ്മളെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോഴേ നാം ശ്രദ്ധ ഉടന്നു വിടും. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കാൻ കഴിയും. ഭയമില്ലെന്ന് ചോദിക്കും, ഭയം ഉണ്ടാവും. അത് ഉണ്ടാക്കിയെടുത്ത ഒരു വികാരമാണ് ഭയം. പക്ഷേ പുറമെ ഒരു വസ്തുവിനെ പോലും, ഭൗതിക കാര്യത്തിൽ പോലും നാം ശ്രദ്ധയോടെ ജാഗ്രതയോടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ കഴിയും. അതാണ് ഞാൻ പാമ്പിന്റെ ഉദാഹരണം പറഞ്ഞത്. അതേ ശ്രദ്ധ, അതേ ജാഗ്രതയോടെ ഉള്ളിൽ ഇരിക്കുക വേണ്ടോ. ഒരിക്കലും അലസമായിരിക്കരുത്. അലസമായിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോവും. ശ്രദ്ധയോടെ അലർട്ടായിട്ട് ഇനി ഇരുന്ന് കൊടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പം അത് പതുക്കെ പതുക്കെ ഇങ്ങനെ അടങ്ങി 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 മൗന സമാനമായ ഒരവസ്ഥയിലേക്ക് എത്തും. അതിനെ ചലിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ആ മൗനമായ അവസ്ഥയിലേക്ക് ഒരു ശ്രദ്ധ വരിക വേണ്ട. ആ ശ്രദ്ധ, ആ മൗനമായ അവസ്ഥ ഈ ജാഗ്രതയിലേക്ക് ഒന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന പ്രശ്നം തീർന്നു. അതാണ് ചെയ്യേണ്ടത്. ആ ഉള്ളിലുള്ള ആ മൗനമായ അവസ്ഥ നമ്മുടെ ഉള്ളിൽ പ്രബലമായി വരാൻ തുടങ്ങിയാൽ അതിനെ ഈ ജാഗ്രതയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അപ്പം അത് ജാഗ്രതയിൽ വന്ന് അറിയും. അത്ര ഇവിടെ ചെയ്യാനുള്ളൂ യഥാർത്ഥത്തിൽ. പൊതുവെ ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ സാധനയിലേക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ അഹത്തെ കുറയ്ക്കണം, അല്ലെങ്കിൽ അഹം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പഠിച്ച് വരുന്നതാണ്, ഓരോ സാധകരും പഠിക്കുന്നത്. എന്നാൽ ശരിക്കും ഒരു എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഭയം എന്നുള്ളൊരു വികാരമല്ലേ?
അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ആ ഒരു ഭയം എന്നുള്ള വികാരമല്ലേ എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത്? ഭയം രണ്ട് തരത്തിലുള്ള ഭയമുണ്ട്. ഒന്ന് ഭൗതിക ജീവിതത്തിലെ ഭയം, ഒന്ന് ആധ്യാത്മിക ജീവിതത്തിലെ ഭയം. ഭൗതിക ജീവിതത്തിലെ ഭയം ഞാൻ മരണപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ്. ഒരു പാമ്പിനെ പെട്ടെന്ന് കണ്ടാൽ അത് കുത്തിയാൽ ഞാൻ മരിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദംശനമേറ്റാൽ ഞാൻ മരിക്കുമോ, അല്ലെങ്കിൽ എനിക്കൊരു ഹൃദ്രോഗം വന്നാൽ ഞാൻ ഉടനെ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ വന്നാൽ മരിച്ചു പോകുമോ. അത് ഭൗതിക തലത്തിലെ ഭയം. ആ ഒരു മരണഭയമാണ് നമ്മളെ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. പക്ഷെ ആധ്യാത്മിക വഴിയിലൊരു ഭയമുണ്ട്. ഈ ഞാനില്ലാതെയായാൽ എന്താണ് സംഭവിക്കുക? ആ റിയലൈസേഷന്റെ തൊട്ട് മുമ്പിൽ ആ ആഴക്കയത്തിലേക്ക് ചാടിയാൽ പിന്നെ ഞാനില്ല അവിടെ. ആ ഒരു ഭയം ഒരുപാട് സാധകരെ ബാധിച്ചിട്ടുണ്ട്. അതിന് കാരണം പക്വതയുടെ കുറവാവാം പലപ്പോഴും അത്. കാരണം പിന്നെ ഞാൻ അവിടെ ഇല്ല. എനിക്ക് പിന്നെ ഈ കാണുന്ന ജാഗ്രതയിലേക്ക് തിരിച്ചു വരാനേ കഴിയില്ല. അതിനൊരു ഉദാഹരണമാണ് രമണ മഹർഷി. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഗുരുതരമായ ഒരു നെഞ്ഞുവേദന പോലെ ഒരു മരണഭയം വന്നു. മരണഭയം എന്ന് പറയാം, നെഞ്ഞുവേദന എന്ന് പറയണ്ട. ഇപ്പം മരിക്കും, ഉടനെ മരിക്കും, അസഹ്യമായ മരണഭയം വന്നു. പുറത്ത് അമ്മയെ ആശ്രയിച്ചു നോക്കി, കിട്ടിയില്ല. സഹോദരങ്ങളെ ആശ്രയിച്ചു, കിട്ടിയില്ല. രക്ഷയ്ക്കുള്ള സകല വഴി നോക്കി, കിട്ടിയില്ല. മരിക്കുമെന്ന് ഉറപ്പായി. മരിക്കാന്ന് പറഞ്ഞാൽ ഇനി ഈ ജാഗ്രതയിലേക്ക് ഇനി തുടർന്ന് ജീവിക്കാൻ കഴിയില്ല. ഈ ജാഗ്രത അസ്തമിക്കാൻ പോവുകയാണ്. മരിക്കുന്നുറപ്പായി. അപ്പൊ രമണ മഹർഷി മരിക്കാൻ തയ്യാറായി. ഈ നിമിഷം തന്നെ ആ മരണഭയം വന്നതോടുകൂടി മരിക്കാൻ തയ്യാറാവാൽ ഈ ജാഗ്രതയിലേക്ക് ഇനി തിരിച്ചു വരവില്ല. അദ്ദേഹം മരണത്തിന് ഈ ശരീരത്തെ പൂർണ്ണമായാണ് വിട്ടുകൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു കൗതുകം വന്നു അറിഞ്ഞു, എന്താണ് മരണം, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു കൗതുകം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു അറിഞ്ഞു. അതോടുകൂടി ആ മരണത്തെ കാത്ത് ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, തീഷ്ണതയോടെ അദ്ദേഹം അതിനെ നോക്കി നിന്നു, വിറ്റ്നസ് ചെയ്തു. ആ ജാഗ്രതയോടെ നിൽക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു, പൂർണ്ണപ്രജ്ഞനായി മാറി അദ്ദേഹം. കാരണം അദ്ദേഹം തയ്യാറായി, സ്വയം മരിക്കാൻ തയ്യാറായി. ഇനി മരിക്കുകയാണ്, ഇനി ജാഗ്രതയിലേക്ക് ഇനി ജാഗ്രതയിലേക്ക് തിരിച്ചു വരവില്ല എന്നുള്ളതാണ്. സ്വയം മരിക്കാൻ തയ്യാറായി. അങ്ങനെ സ്വയം മരിക്കാൻ തയ്യാറാവുമ്പോഴേ നമ്മുടെ ഉള്ളിലെ ഈ അഹം ഞാൻ എന്ന വൃത്തിയും ഇല്ലാതെയാവും. അങ്ങനെ സ്വയം ഒരു മരിക്കാൻ തയ്യാറാവുന്നവർക്ക് മാത്രമുള്ളതാണ് മുക്തി, റിയലൈസേഷൻ എന്ന പേരിലൊക്കെ പറയപ്പെടുന്ന അനുഭവം. പക്ഷെ നാം ജീവിതാവസാനം വരെയും സാധകൻ എന്ന എന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുക്തിക്ക് ശ്രമിക്കും. അതാണ് ഏറ്റവും വലിയ ദുഃഖവും. അതാണ് നാം ഒരിക്കലും മരിക്കാൻ തയ്യാറായിട്ടേ ഇല്ല. ഞാൻ ഇല്ലാതെ ആവാൻ, ഈ ജാഗ്രത നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറേ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. അതാണ് ഒരുപാട് സാധകരായ നമ്മുടെയൊക്കെ പരാജയവും അത് തന്നെയാണ്. നമുക്ക് നമ്മെ ഇല്ലാതെയൊക്കെ നാം തയ്യാറല്ല. നമ്മുടെ ഒരു ഐഡന്റിറ്റി ഇവിടെ അവശേഷിപ്പിച്ചേ പറ്റൂ. അതാണ് രണ്ടാമത്തെ ഭയം. ആദ്യത്തെ ഭയത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, ജാഗ്രതയിലെ ഭയം, ഭൗതിക ലോകത്തിലെ ഭയം. അതിന് ഇങ്ങേപ്പുറത്ത് മരുന്നുണ്ട്, ഔഷധങ്ങളുണ്ട്, ചികിത്സ ഉണ്ട്, രക്ഷയുണ്ട്. പക്ഷേ ഈ ആത്മീയ വഴിയിലെ ഭയത്തിനൊരു മരുന്നുമില്ല. ആ പൂർണ്ണതയിൽ ആണ് എടുത്തെറിയലാണ്, ഇല്ലാതെ അവരാണ്. പിന്നെ അവിടെ എൻ്റെ ഒരു അവശേഷിപ്പും ഇല്ലാതെയാണ്, നഷ്ടപ്പെടലാണ്. അതിനെ ഒരു ഭയമാണ്. അവിടെ തീഷ്ണതയും ഭക്തിയും ഇല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. നേരത്തെ ആ ശ്രദ്ധയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന്. അപ്പം ഒരു സാധകന്റെ ജീവിതത്തിൽ ശ്രദ്ധയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊന്ന് പറയാം. ശ്രദ്ധയും ഏകാഗ്രതയും രണ്ടും രണ്ടാണ്.
ശ്രദ്ധ എന്ന പേരിൽ നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഏകാഗ്രതയാണ്. ഏകാഗ്രതയ്ക്ക് മനസ്സ് വേണം, കോൺസെൻട്രേഷന് മനസ്സ് വേണം. മനസ്സില്ലാതെ ഏകാഗ്രത ഉണ്ടാക്കാൻ കഴിയില്ല. അത് മനസ്സുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ശ്രദ്ധ എന്നത് മനസ്സിന് ഉപരിയുമുള്ള ഒരു ഊർജ പ്രവാഹമാണ് ശ്രദ്ധ. മനസ്സുകൊണ്ട് നാം കുറെ നേരം ഏകാഗ്രമായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ മനസ്സ് ക്ഷീണിക്കും, ശരീരം അതിലേറെ ക്ഷീണിക്കും. പക്ഷെ നാം ശ്രദ്ധ എന്ന ഊർജപ്രവാഹത്തെ അനുഭവിച്ചാൽ ശരീരത്തിന് ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല. ശരീരം വളരെ അലർട്ടായിട്ട് ആക്റ്റീവ്ലി കാമായിട്ടിരിക്കും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ സഹോദരിയോ നമ്മളെ വിളിച്ച് പറയാണ്, നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് കാശ് കൊടുത്തു തരണം, അവിടെ ഫീസ് അടയ്ക്കാനാണ്, കോളേജിൽ ഫീസ് അടയ്ക്കാനാണ് എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പം നമ്മൾ ബാങ്കിൽ പോയി കാശ് വാങ്ങും. അത് നമ്മൾ ബാഗിൽ വെക്കില്ല. ബാഗിൽ വെച്ചാൽ നമ്മളിലല്ല ഇരിക്കുന്നത്, വെളിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കാശ് അരയിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടി ഒരു അയഞ്ഞ കുപ്പായിട്ട് ട്രെയിനിൽ കയറിയിരിക്കും. മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ശരി കൊണ്ട് ഓരോ പണിയെടുക്കും. ആളുകൾ ചോദിക്കും, മറുപടി പറയും. പക്ഷെ നമ്മൾ പ്രൊവോക്കേറ്റ് ചെയ്യില്ല ഒരിക്കലും. പേപ്പർ വായിക്കും, ഭക്ഷണം കഴിക്കും, എല്ലാം നമ്മൾ ചെയ്യും, ഓരോന്നും ആലോചിക്കും, ചിന്തിക്കും. പക്ഷെ നമ്മുടെ ശ്രദ്ധ എത്രയും ഈ പണത്തിലായിരിക്കും. ഈ പണത്തിൽ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ ഒരാൾ നമ്മൾ തൊടാൻ പോലും നമ്മൾ സമ്മതിക്കില്ല. ശ്രദ്ധയോടെ ഇരിക്കും നമ്മൾ. ആ ശ്രദ്ധയോടെ ഇരിക്കുന്ന നേരം അത്രയും നാം അലർട്ടായിരിക്കും. നമ്മൾ 10 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആ 10 മണിക്കൂർ നാം വളരെ അലർട്ടായിരിക്കും. ഓരോ കോശങ്ങളും അലർട്ടായിട്ടിരിക്കും. ക്ഷീണിക്കുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാവില്ല. അപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയാം, ശ്രദ്ധ മനസ്സിന് ഉപരിയുള്ള ഒരു ഊർജ പ്രവാഹമാണെന്ന് തിരിച്ചറിയാം. മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല ശ്രദ്ധ. ആ ശ്രദ്ധ നമ്മിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? ഒരു മൂല്യമുള്ള വസ്തു നമ്മുടെ ഉള്ളിൽ വന്നു നിറഞ്ഞു. മൂല്യമുള്ള വസ്തു നാം സൂക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് നാം ശ്രദ്ധാലുവായി മാറി. പണമല്ല, വേറെ വസ്തുവാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നാം സൂക്ഷിക്കേണ്ടതാണെങ്കിൽ നാം അതിൽ ശ്രദ്ധാലുവാകും. ശ്രദ്ധാലുവായിരിക്കുന്ന നേരത്ത് നമ്മുടെ ഊർജം മുഴുവൻ ആ വസ്തുവിൽ ആയിരിക്കും. അത് സ്വീകരിക്കുന്ന ശരീരം മുഴുവൻ ആ ശ്രദ്ധ നമ്മെ പൊതിഞ്ഞു നിൽക്കും. അതേപോലെ തന്നെ അതിനേക്കാൾ അമൂല്യമായ ആ ആത്മസ്വരൂപം വഹിച്ചുകൊണ്ടാണ് നാം നടക്കുന്നത് എന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പം നാം അതിൽ ശ്രദ്ധാലുവാകും. ആത്മസ്വരൂപം ഒരു മൂല്യമുള്ള ഈ പണത്തിനേക്കാൾ അല്ലെങ്കിൽ വേറെ എന്തിനേക്കാളും മൂല്യമുള്ള ഒരു വസ്തുവാണ് നാം തിരിച്ചറിയുന്നേ ഇല്ല. അതിൻ്റെ മൂല്യം നാം കൽപ്പിക്കുന്നില്ല. അത് എപ്പോൾ ഒരു മൂല്യ വസ്തുവാണെന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നുവോ നാം അതിലേക്ക് ശ്രദ്ധയൂന്നാൻ തുടങ്ങും. ശ്രദ്ധയൂന്നാൻ തുടങ്ങിയാൽ നാം എല്ലാ സമയത്തും അലർട്ടായിരിക്കും. ഈ പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന നാം എത്രമാത്രം അലർട്ടാവോ, എത്ര സമയം അലർട്ടാവോ, അതേപോലെ ആത്മസ്വരൂപം വഹിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ശരീരം നാം തിരിച്ചറിയുമ്പോൾ ജീവിതം മുഴുവൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നാം അലർട്ടായിരിക്കും. എല്ലാ സമയത്തും അലർട്ടായിരിക്കും, ശ്രദ്ധാലുവായിരിക്കും. അവിടെ ക്ഷീണമേ ഉണ്ടാവില്ല. ശരീരത്തിനും ക്ഷീണം ഉണ്ടാവില്ല, മനസ്സിനും ക്ഷീണം ഉണ്ടാവില്ല, ബുദ്ധിക്കും ക്ഷീണം ഉണ്ടാവില്ല. എല്ലാ സമയത്തും നാം അലർട്ടാവും. ഒരിക്കലും അലസത നമ്മെ ബാധിക്കില്ല. അലസത മനസ്സിൻ്റെ ഒരു വ്യാപാരം മാത്രമാണ്. ശ്രദ്ധാലുവാണെങ്കിൽ ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോയില്ല. ആ ശ്രദ്ധയെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് ഭഗവാൻ പറയണത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശ്രദ്ധയിലേക്കാണ് നമ്മുടെ ദൃഷ്ടി പതിയേണ്ടത്. ആ ശ്രദ്ധയോടെ ജാഗ്രതയോടെ വീക്ഷിക്കാനാണ് രമണ മഹർഷി പറയണത്. ആ ശ്രദ്ധയാണ് അവിടെ ഉപയോഗം. അതിന് നാം കൃത്യമായിട്ടൊന്ന് തിരിച്ചറിഞ്ഞാൽ നാം കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധകർക്ക് സഹായകമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. ആ ശ്രദ്ധ വേണം. ശ്രദ്ധ നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അത് ഏത് വ്യക്തിയായാലും വേണ്ടില്ല. ഒരു സാധനയും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും, ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അയാളിൽ മൂല്യമുള്ളൊരു വസ്തുവാകുമ്പോൾ അയാൾ ശ്രദ്ധാലുവാകും. ഒരു മഹാത്ഭുതമാണത്. അതിന് ഈശ്വരൻ വേണമെന്നൊന്നുമില്ല. ഒരു മഹാത്ഭുതമാണത്.
ആ ശ്രദ്ധ നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ആ സമയം മുതൽക്ക് അത് നമ്മളിന്ന് പോകുന്ന നേരം അത്രയും. അതേപോലെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ വന്നാൽ ആ ജീവൻ രക്ഷപ്പെട്ടു. അവിടേക്കാണ് ശ്രദ്ധയൂന്നേണ്ടത് എന്നാണ് ഭഗവാൻ കൃഷ്ണ കൃത്യമായിട്ട് പറയുന്നത്. അവിടെയാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനമെന്ന് വാചകത്തിന്റെ പ്രസക്തി അവിടെയാണ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അദ്ദേഹത്തെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതുപോലെ നമുക്ക് സാധകർക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. കാരണം അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് പോലും സാധകർക്ക് വേണ്ടാത്തതായിട്ടില്ല. അതിൽ നിന്ന് ഒഴിച്ചുകൂടാൻ ഒന്നുമില്ല. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം കാരണം അദ്ദേഹം അത്രത്തോളം ഉള്ളിലേക്ക് അന്വേഷിക്കുന്ന ഒരു സത്യാന്വേഷിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എത്രത്തോളം യാത്ര പുറമേക്ക് ചെയ്താലും അത്രത്തോളം മുതൽ ഉള്ളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങൾ, സമാധി സ്ഥലങ്ങളാണ് അദ്ദേഹം കൂടുതലും ദർശനം ചെയ്യുന്നത്. അപ്പം അവിടെ പോയി ഇരുന്നിട്ടും എങ്ങനെ ആ ഒരു അന്വേഷണത്തെ ഊർജപ്പെടുത്താം, അതിനുള്ള ഊർജം എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴും. അപ്പം ആ ഒരു അനുഭവമാണ് ഇത്രയും നേരം ഒരു സാധകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പങ്കുവച്ചത്. അപ്പം സാറിന്, ഡോക്ടർ ജിക്ക് നമ്മളോട് ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഡോക്ടർ ജി, നമ്മൾ സാധകർ ഈ ഒരു സാധനാ ജീവിതത്തിലേക്ക് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങേക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടത്? ഓരോ ജീവനും എത്ര ജന്മം കഴിഞ്ഞാണ് ഇവിടെ വന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും പക്വത എത്ര നമുക്ക് പറയാൻ കഴിയില്ല. അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ സാധനാ ജീവിതവും മുന്നോട്ടുള്ള ഗതിയും. എങ്കിലും പ്രാഥമികമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ള കാര്യം, ഒരു സാധകൻ ചുരുങ്ങിയത് അവനവൻ്റെ ഇഷ്ടദേവതാ മന്ത്രം അക്ഷരലക്ഷെങ്കിലും ജപിക്കണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. കാരണം മനസ്സൊന്ന് പദം വരണ്ടേ. അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ടാർഗറ്റ് വെച്ച് കൃത്യസമയത്തിനുള്ളിൽ ശ്രദ്ധയോടെ ജപിച്ചു തീർക്കുക വേണം. അത് രൂപം വേണമെന്നില്ല, മൂർത്തി രൂപം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. ജപിച്ച് തീർക്കുക വേണം. ഒരുപാട് മഹാത്മാക്കൾ, നമുക്കറിയുന്ന ഒരുപാട് മഹാത്മാക്കൾ കോടി തവണ മന്ത്രം ജപിച്ചിട്ടുള്ളവരാണ്. നമുക്ക് കഴിയുമെങ്കിൽ അത് ജപിക്കാം. ഇല്ലെങ്കിൽ മിനിമം ഇഷ്ടദേവതയുടെ മന്ത്രം അക്ഷരലക്ഷെങ്കിലും ജപിക്കണം. ജപം കഴിഞ്ഞിട്ടല്ലേ ആ ജപാജപത്തിലേക്ക് പോകേണ്ടതുള്ളൂ. ഇതൊന്ന് ശമിച്ചിട്ടല്ലേ ചിത്തം ശമിക്കോ ഇല്ലയോ എന്ന് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇതെങ്കിലും വേണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. അത് കഴിഞ്ഞിട്ടേ അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയയിലേക്ക് പോകേണ്ടതുള്ളൂ. ഞാൻ ഇതേപോലെ അക്ഷരലക്ഷം ധാരാളം ഒരു 30 കൊല്ലം മുമ്പൊക്കെ അക്ഷരലക്ഷം ജപിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ഇഷ്ടദേവതയുടെ മന്ത്രം. ആ കാലത്തൊക്കെ ഞാൻ ലളിതാ സഹസ്രനാമം ഒരു ദിവസം 3 ഉരുവെങ്കിലും വർഷങ്ങളോളം ജപിച്ചിട്ടുണ്ട്. ഞാൻ വർഷങ്ങളോളം അനവധി കാലമായിട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് ഞാൻ മഹാത്മാക്കളെയൊക്കെ കാണാൻ യോഗം ഉണ്ടാകുന്നതും തിരുവണ്ണാമലയിൽ പോണതും പല സ്ഥലങ്ങളും പോണതും പല ആളുകളെയൊക്കെ കാണുന്ന അതിന് ശേഷമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയാം. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് തിരുവണ്ണാമലയിൽ പോകാറുണ്ട്. അവിടെ പോയാൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കുക മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചില സമയത്ത് ഞാൻ പോയാൽ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ തോന്നും. 1 മണിക്കൂർ മതി. ചിലപ്പോൾ 4-5 ഒരാഴ്ചയൊക്കെ താമസിക്കണം തോന്നും. ചില ദിവസങ്ങളിൽ 1-2 മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞേക്ക് അപ്പം തന്നെ പോരാൻ തോന്നും. കാരണം ഇങ്ങനെ ഞാൻ ശരീരത്തെ ഇങ്ങനെ വിട്ട് കൊടുക്കുക, നിന്ന് കൊടുക്കും ഞാൻ അരുണാചലത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ കുറേ കഴിഞ്ഞേക്ക് മതി തോന്നും. അപ്പോഴാണ് മടങ്ങി പോരുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിനിമം ഒരു 8 ലക്ഷമെങ്കിലും ജപിക്കണം. അല്ലാതെ അപ്പുറത്തേക്ക് കടക്കരുത്. 1ാം ക്ലാസ് കഴിയാതെ
2നെ കുറിച്ചും 3നെ കുറിച്ചും 10ാം ക്ലാസ്സിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു യുക്തിയില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. എന്തെല്ലാം പറഞ്ഞാലും ഈ എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് ജന്മങ്ങളുടെ ബാക്കി പത്രമാണ്. ഈ ശരീരം ഈ രൂപത്തിൽ രൂപപ്പെടാൻ കാരണം എൻ്റെ മുജ്ജന്മങ്ങളുടെ കൊടുക്കൽവങ്ങളുടെ ബാക്കി പത്രമാണ്. കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ ശരീരവും. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമാവാൻ കാരണം ഓരോരുത്തരുടെയും മുജ്ജന്മ കൊടുക്കൽ വാങ്ങലുടെ ബാക്കി പത്രമാണ്. അപ്പം നമുക്ക് 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടണ്ടേ വിചാരിക്കുക, അത് നാം തന്നെ കൊടുത്തു തീർക്കണ്ടേ? 5 ലക്ഷം രൂപ കൊടുത്തു തീർത്താൽ പോരല്ലോ. ഞാൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ കടമെടുത്താൽ അതിൻ്റെ ബാക്കി മക്കൾ കൊടുത്തു തീർക്കണം എന്ന് പറയുന്നതിൽ യുക്തി എന്താണ്? അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ കൊടുത്തു തീർക്കണം എന്ന് പറയുന്നതിൽ യുക്തി എന്താണ്? അത് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊടുത്തു തീർത്തേ പറ്റൂ, അപ്പോഴേ അത് പൂർണ്ണമാവൂ. അതേപോലെ ഈ ശരീരം ഈ രൂപത്തിൽ പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് എങ്ങനെ രൂപപ്പെടുന്നതിന് മുമ്പ് എങ്ങനെ അവസ്ഥയെത്തിയോ അതേ അവസ്ഥയിലേക്ക് ഈ ശരീരത്തെയും കൂടി പ്രപഞ്ചത്തിൽ ലയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എൻ്റേത് മാത്രമാണ്. അല്ലാതെ ശരീരം ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാക്കി ജഡമാക്കി തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നാറുള്ളത്. ഇതിനെയും കൂടി എവിടുന്ന് വന്നു അത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി ഏൽപ്പിക്കുക. കടം എത്ര ഉണ്ടോ അത് കൊടുത്തു തീർക്കുന്ന പോലെ ഈ ശരീരം എങ്ങനെ രൂപപ്പെട്ടോ അതിനെ തിരിച്ച് ചേഞ്ച് ചെയ്ത് തിരിച്ച് ആ മഹാബോധത്തെ ലയിപ്പിക്കുന്നത് കൂടി എൻ്റെ പണിയാണ്, ഈശ്വരൻ്റെ പണിയല്ല. കാരണം ഈ ശരീരം എന്നത് ഈശ്വരനല്ല, എൻ്റെ കർമ്മഫലമാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. ഇത് പറയുന്നത് കുറച്ച് ധിക്കാരമാണെന്ന് തോന്നാം, എന്നോട് ക്ഷമിക്കുക. ഏതായാലും ഈ ഒരു അവസരം തന്നതിൽ മീ ടു മീ ചാനലിനോടും എല്ലാവരോടും എൻ്റെ നിറഞ്ഞ സ്നേഹം. പറഞ്ഞത് പലതും അബദ്ധം തോന്നിയിട്ടുണ്ടാവും, പ്രപഞ്ചം എന്നോട് ക്ഷമിക്കണം.